നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കുന്നത് ഒരു ഫാഷനാണെന്ന് പറയുന്ന തരത്തിലേക്ക്, ആ തരത്തിലേക്ക് അല്ല, ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും അല്ല. നരേന്ദ്രമോദി ഇപ്പൊ 2 കൈയും ഇട്ട് പറയുക ഞാൻ എല്ലാം ചെയ്യാന്ന് പറയുക. അപ്പൊ ആ തരത്തിലേക്ക്, അപ്പൊ പ്രകടന പത്രിക യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും പ്രകടന പത്രിക പറയേണ്ടി വരും. ആം ആദ്മി പാർട്ടിക്കും ജനങ്ങളോട് പറയേണ്ടി വരും. അവർ ഡൽഹിയിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾ സൗജന്യമായ വെള്ളം, അല്ല ഞാൻ പറഞ്ഞത്, അപ്പൊ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രകടന പത്രിക അവതരിപ്പിക്കേണ്ടി വരും. ഇവിടെ BJP-യുടെ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലയിൽ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് ഉന്നയിച്ചിരിക്കുന്ന 1-2 ആക്ഷേപങ്ങൾ, വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട്. ഗോഡ്സെയുടെ കാര്യവും, ഒപ്പം തന്നെ മോഡി ഗുജറാത്തിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കി ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള വലിയ ആരോപണം. അതിപ്പോൾ സ്ഥിരമായിട്ട് പ്രതിപക്ഷത്തുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരോപിക്കുന്നതാണ്. സത്യം പറഞ്ഞൂടെ? അല്ല, അത് കോൺഗ്രസ് പാർട്ടിയുടേത്. ഞാൻ അദ്ദേഹത്തിന്റെ നിലപാടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തു. വിഷയത്തോട് കടക്കുന്നതിന് മുമ്പ് ബഹുമാന്യനെ നേതാവ് പറഞ്ഞു 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, രാമക്ഷേത്രം BJP ഉപേക്ഷിച്ചിട്ടില്ല. രാമക്ഷേത്രം BJP-യുടെ അജണ്ട തന്നെയാണ്. ഇലക്ഷൻ കാലത്ത് നിങ്ങൾ ഒരു ആ ഇലക്ഷന്റെ സമയത്ത് അത് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആവശ്യമാണ്. ഇപ്പൊ BJP മാത്രമല്ല, ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ പൊതുജനങ്ങളും ഒക്കെ തന്നെ ഒരു സമയത്ത് രാമക്ഷേത്രം അവരുടെ ഒരു പൊതുവികാരമായിട്ട് ഉയർന്നു വന്നിരുന്നു. ആ സമയത്ത് ആ വികാരത്തെ ഏറ്റെടുക്കുകയാണ് BJP ചെയ്തത്. ഇപ്പോഴും BJP-യുടെ അജണ്ട തന്നെയാണ് രാമക്ഷേത്രം. അത് മാറ്റിയിട്ടില്ല, അതിലൊരു സംശയവും വേണ്ട. മറ്റൊന്ന്, നരേന്ദ്രമോദി അതൊരു പൊതുവികാരമായിരുന്നെങ്കിൽ, അവർ ചോദിക്കുന്ന പോലെ BJP സ്ഥിരമായിട്ട് ഇന്ത്യ ഭരിക്കുമായിരുന്നില്ല, അത് പൊതുവികാരമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുവികാരം തന്നെയാണ്. ഇപ്പോഴും പൊതുവികാരം തന്നെയാണ്. ഇലക്ഷനിൽ എന്തുകൊണ്ട് അത് പ്രതിഫലിക്കുന്നില്ല? വോട്ടർമാരിൽ എന്തുകൊണ്ട്? നേരത്തെ വരുന്ന ചർച്ചയിൽ വരുന്ന പോലെ 2004 BJP ഗവൺമെന്റ് പുറത്തിറങ്ങുന്ന സമയത്ത് അന്നിവിടെ സാമ്പത്തിക വളർച്ച 8%. അതിന് മുന്നേ 4%. ഇപ്പോൾ ഇത് 4%. യഥാർത്ഥത്തിൽ അവിടെ BJP ഗവൺമെന്റ് തിരിച്ച് അധികാരത്തിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ആ ഭരണ നേട്ടങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് പറ്റിയ പാളിച്ചയാണ് അവിടെ വരാത്തത്. അത് തന്നെയാണ് അധികാരത്തിൽ വരില്ലായിരുന്നു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും വരില്ലായിരുന്നു, അതിനുള്ള യോഗ്യത അവിടെ ഇല്ലായിരുന്നു. മറ്റൊന്ന്, ഈ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞത്, നരേന്ദ്രമോദി ഇന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന നാടിന്റെ നേതാവായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസിന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാനുള്ള ധൈര്യമില്ലാത്ത വണ്ണം ഇന്ന് ഇന്ത്യയിൽ ഒരു സ്ഥാനാർത്ഥിയെ താരതമ്യത്തിന് പോലും മോഡിയോടൊപ്പം വെക്കാവുന്ന വണ്ണം ഇല്ലാത്തൊരു പാർട്ടിയായ പാപ്പരത്വമാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ റാലികൾ, അദ്ദേഹത്തിന്റെ പരിപാടികൾ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ചിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ അവർക്കാവില്ല. മറ്റൊരു കാര്യം, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇതിലേക്ക് വരാം. ജോർജ് തോമസ്, ഈ ആം ആദ്മി പാർട്ടി ഇപ്പൊ അവര് പറയുന്നൊരു കാര്യം, മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളാണ് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് ഒരു അരാഷ്ട്രീയവാദം പറയുന്ന പോലെ ചില എന്നറിയാം ഒരു ഇതിന്റെ സാഹചര്യത്തിന്റെ ഫലമായിട്ട് പൊട്ടിമുളച്ചതിനപ്പുറത്തേക്ക് ഈ നിങ്ങളുടെ ആം ആദ്മി പോലുള്ള പാർട്ടികൾക്കൊന്നും വേണ്ടത്ര പ്രസക്തിയില്ല എന്നുള്ള വാദമാണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഉന്നയിക്കുന്നത്. എന്താണ് തോന്നുന്നത്? താങ്കൾ നേരത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇതൊരു ഫാഷനായിട്ടാണോ കാണുന്നത്? ഇതൊരു ഫാഷനായിട്ടല്ല, തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരും മുതിർന്നവരും രാജ്യത്തിന് വേണ്ടി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവർ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലാതെ ഫാഷനല്ല. പിന്നെ ഇവിടെ മറ്റ് പാർട്ടിയിലുള്ള സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തീർച്ചയാണ്, പണ്ടൊക്കെ നമുക്ക് വളരെ ക്രിയാത്മകമായ നേതാക്കന്മാരുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യക്ക് വളരെ നല്ലൊരു ജനാധിപത്യ പ്രക്രിയയുണ്ട്. ആ ജനാധിപത്യ പ്രക്രിയ ഇപ്പോഴും ജനങ്ങൾക്ക് വിശ്വാസം. ജോർജ് തോമസിനെ പോലുള്ളവരെ ഹരം കൊള്ളിച്ച 1-2 നേതാക്കളുടെ പേര് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ തന്നെ ഹരം കൊള്ളിച്ച നേതാവ് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. ഞാൻ പക്ഷേ അത് ഇപ്പൊ വന്നത് ഞാൻ പറഞ്ഞത്, നേരത്തെ അരവിന്ദ് കെജ്രിവാളിന് മുമ്പ് ഏതെങ്കിലും ഒരു നേതാവ് താങ്കളുടെ സ്വപ്നങ്ങളിലോ, ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധി പോലുള്ള തലമുറ എടുത്തോ, നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ഒന്നും നേരിട്ട് കണ്ടിട്ടല്ലോ, അങ്ങനെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിജി തീർച്ചയായിട്ടും ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് അതേപോലെ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് ആ പറഞ്ഞ പോയിന്റുകൾ ഒന്ന് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ TV-യിൽ ഈ പ്രോഗ്രാം കണ്ട എന്തുകൊണ്ടാണ് ഓരോ ജനങ്ങളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ തിരസ്കരിക്കുന്നത്? ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു ആം ആദ്മി, ഒരു സാധാരണക്കാരനാണ്. എനിക്കിവിടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വിലക്കയറ്റം, മെഡിക്കൽ സർവീസസ്. മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സർവീസ് കിട്ടും?
അതേപോലെ ഓരോ ബേസിക് ആയിട്ടുള്ള ഓരോ ഇഷ്യൂസാണ് എനിക്ക് ഒരു സാധാരണക്കാരനെ എനിക്ക് പിടിക്കേണ്ടത്. ഇവിടെ പ്രകടന പത്രികയിൽ നമ്മൾ മോണോറെയിൽ കൊണ്ടുവരുന്നു, ആറന്മുള എയർപോർട്ട് കൊണ്ടുവരുന്നു, വിഴിഞ്ഞം പദ്ധതികൾ കൊണ്ടുവരുന്നു. നമുക്കിങ്ങനെ വലിയ വലിയ കോടികളുടെ പദ്ധതികളൊന്നും അല്ല വേണ്ടത്. നമുക്ക് ആ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റം ഇവിടെ ഒരു നല്ല ഒരു ഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഉള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ നശിപ്പിച്ച് കളയാതെ അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ആഗ്രഹം. അതിന് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ പോലെ തിങ്ക് ചെയ്യുന്ന ഒരാൾ തന്നെ വേണം. അതുകൊണ്ടാണ് പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ പുരോഗമിക്കുന്നത് പോലെ ഇന്ത്യ പുരോഗമിക്കേണ്ട ഈ നിലവിലുള്ള റോഡും ഈ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈ നിലവിലുള്ള സംവിധാനങ്ങളും വെച്ച് ഇന്ത്യ പോയാൽ മതി എന്നാണ്. ഇല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് അതാണല്ലോ പറഞ്ഞു വന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിമാനത്താവളങ്ങൾ വേണ്ട, വിഴിഞ്ഞം എയർപോർട്ട് ഇത് മറ്റേ പോർട്ട് വേണ്ട, മറ്റ് സംവിധാനങ്ങളൊന്നും വേണ്ട. ഇപ്പൊ എന്തായിരിക്കുന്നു ആ അവസ്ഥയിൽ പോയാൽ ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആറന്മുളയിൽ എയർപോർട്ട് വേണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പക്ഷേ വിഴിഞ്ഞം പോർട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് വേണ്ട കൂട്ടത്തിൽ അത് പറഞ്ഞു വേണ്ട കാര്യങ്ങൾ മാത്രം മതി. തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ട് വേണം, പക്ഷേ ആറന്മുള എയർപോർട്ട് വേണോ നമ്മൾ ആലോചിക്കണം. അതേപോലെ തീർച്ചയാണ് മറ്റുള്ള പാർട്ടികൾ ഇവിടെ ഒരു ഡെവലപ്മെന്റ് വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കറണ്ട് ഇപ്പോഴുള്ള ഡെവലപ്മെന്റ് അതിന്റെ ഫുൾ 100% ആയിട്ട് ഓപ്പറേഷനിലായിട്ടാണോ പോകുന്നത്? നമ്മുടെ റോഡുകൾ നോക്കൂ, നമ്മുടെ ട്രെയിൻ നോക്കൂ, നമ്മുടെ ബസ് സർവീസ് നോക്കൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ഓവറോളിംഗ് അത് തീർച്ചയായിട്ടും വേണം. അതിന് ആം ആദ്മി പാർട്ടിയെ പോലുള്ള സത്യസന്ധമായ പാർട്ടി തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്താണ് പ്രതികരണം പറയാനുള്ളത്? എൻ്റെ പേര് കേണൽ പ്രസന്നകുമാർ. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, വോട്ട് കിട്ടാനുള്ളൊരു തന്ത്രമായി മാറിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് ഇവിടുത്തെ വിഴിഞ്ഞം പ്രോജക്റ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഹൈക്കോടതി ബെഞ്ച്, അതുമല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ ഹോസ്പിറ്റൽ, ഇങ്ങനെ അനേകം കാര്യങ്ങൾ, ഇതൊക്കെ വെറും ഒരു തന്ത്രമായിട്ടാണ് ആദ്യം ഭയങ്കര പബ്ലിസിറ്റിക്ക് വേണ്ടി വോട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്തത്. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് മഹാത്മാഗാന്ധി, അതുമാതിരി തന്നെ സഖാവ് EMS നമ്പൂതിരിപ്പാട്, ഇങ്ങനെയുള്ള മഹത്തായ നേതാക്കൾ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്. പക്ഷേ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുമില്ല. നമ്പർ 1. നമ്പർ 2, ഏതെങ്കിലും നല്ല സാധാരണക്കാരനായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു കാര്യങ്ങൾ അവൻ്റെ നിസ്സാരമായ ബേസിക് നീഡ്സാണ്. ഒരു തലയ്ക്ക് മുകളിൽ ഒരു റൂഫ് വേണം, അവൻ്റെ ശരീരം മറയ്ക്കാനായിട്ടുള്ള വസ്ത്രം വേണം, അല്ലാതെ 2 നേരത്തെ ആഹാരം കിട്ടാനുള്ള ഒരു വകുപ്പ് വേണം. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. അവൻ ചികിത്സയ്ക്ക് പോലും അവിടെ ജോർജ് പറഞ്ഞ മാതിരി ചികിത്സയ്ക്ക് പോലും മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ചികിത്സ സൗകര്യം കിട്ടുന്നില്ല. ഇവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി വരുന്നത്. കാരണം സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്നതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് അവിടെ നടത്തിയിരുന്നു. ലാസ്റ്റിൽ ലോക്പാൽ ബില്ല് നടത്താൻ പറ്റില്ല, അത് ടേബിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ മാത്രം വന്നാൽ മതി, ഞങ്ങൾ രാജിവെച്ച് ഇറങ്ങിപ്പോകും. അതാണ് വാക്ക്. അല്ല, തിരിച്ച് അതിനെക്കുറിച്ച് ഒരു ആക്ഷേപമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കയറി അധികാരത്തിലിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സമരം ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല ഭരണം എന്നുള്ളത്, അതുകൊണ്ട് ഇട്ടേച്ച് പോയതാണെന്നുള്ള ആക്ഷേപം വന്നിട്ടുണ്ട്. തെറ്റാണത്. കാരണം എന്ന് വെച്ചാൽ മൂല്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അതായത് മൂക്കിന് മീശ വെച്ചിട്ട് ആണാവുന്നുള്ള ഇതില്ല, ഞങ്ങൾ പട്ടാളക്കാർ പറയുന്നതാണിത്. ഇത് ആ രീതിയിലല്ലത്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഇതേ മാനിഫെസ്റ്റോന് അടുത്ത് ഇറക്കുകയാണ്. ആ മാനിഫെസ്റ്റോ അക്കം വിട്ട് കാര്യങ്ങൾ അതേപടി പ്രവർത്തിക്കുമ്പോൾ അതിന് ട്രാക്ക് റെക്കോർഡാണ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ട്രാക്ക് റെക്കോർഡ് അത് നോക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവും. മൂക്കത്ത് മീശ ഉള്ളതുകൊണ്ടാണോ നിങ്ങളുടെ നാവികസേന മേധാവി കഴിഞ്ഞ ദിവസം രാജിവെച്ചത്? ദാറ്റ് ഈസ് അഗെയിൻ ഓൺ പ്രിൻസിപ്പിൾ. ദാറ്റ്സ് അഗെയിൻ ഓൺ പ്രിൻസിപ്പിൾ. മൂല്യത്തിൻ്റെ പുറത്താണത്. ഡു യു നോ വൺ തിങ്? നേവിയിൽ ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ, നേവിയുടെ മുങ്ങിക്കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അതിൻ്റെ കൂടെ താഴെ പോകും. ദാറ്റ് ഇസ് എ ട്രഡീഷൻ. ആ ട്രഡീഷൻ്റെ പേരിലാണ് രാജിവെച്ചു. ആരെങ്കിലും രാജിവെക്കും അവിടെ? വേറെ ഏതെങ്കിലും സിവിൽ സർവീസിൽ ആരെങ്കിലും രാജിവെക്കുമോ? ജസ്റ്റ് ഇമാജിൻ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വാല്യൂ. ഉന്നം വെക്കുന്ന ആര്? AK ആന്റണിയാണ്. No comments. Nothing. എനിക്ക് അങ്ങനെ വാസ്തവം പറഞ്ഞാൽ we are standing on principles. ആ പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഞാൻ നിങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞ ആളെ കേജ്രിവാള് അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ എന്താ ചോദ്യം. Whatever it is, what I'm telling is, what we are standing for certain principles. This one is, we want to bring back the India to the old glory. That is what we want it. That's why I joined it. ശരത്ചന്ദ്ര പ്രസാദ്, ഇവർ പറയുന്നൊരു വാദമുഖങ്ങൾ കേട്ടല്ലോ. ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മറ്റു പദ്ധതികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ചെയ്തോട്ടെ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. മറ്റേ താമസിക്കാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി. ഇപ്പം ഡൽഹിയിൽ എന്തൊക്കെ ആക്ഷേപം ഉന്നയിച്ചാൽ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ വൈദ്യുതിയും വെള്ളത്തിൻ്റെയും ചാർജ് കട്ട് ഡൗൺ ചെയ്തിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. അദ്ദേഹം പറഞ്ഞ ജനറൽ ലോക്പാൽ ബില്ല് കൊണ്ടുവന്നു, പരാജയപ്പെടുത്തിയപ്പോഴാണ് ഇറങ്ങിപ്പോയത്. ഇതൊരു ഒരു ഒരു തൻ്റെ ഇടം എന്ന് വിളിക്കേണ്ടി വരില്ലേ? ഷീലാ ദീക്ഷിതിനെതിരെ
ധൈര്യപൂർവ്വം മത്സരിച്ച് ഷീലാ ദീക്ഷിതിനെ 3-ാം സ്ഥാനത്തേക്ക് മാറ്റിയിട്ടിട്ടാണ് അയാൾ ജയിച്ചു വന്ന മുഖ്യമന്ത്രിയായത്. കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തത് വേറെ കാര്യം, കോൺഗ്രസ് തന്നെ വലിച്ചിടുകയും ചെയ്തു. എന്ത് തോന്നുന്നു ഇതിൻ്റെ ഒരു നിർഭയത്വമില്ലേ? പണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടപ്പോൾ ഗാന്ധിജി മുതൽ ഭഗത് സിംഗ് വരെയുള്ള തലമുറ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നിർഭയത്വം ഉണ്ടായിരുന്നില്ലേ? അതെവിടെയാണ് കോൺഗ്രസ് നഷ്ടമായത്? ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. തിരുവനന്തപുരത്തൊരു ചൊല്ലുണ്ട്, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്നൊരു ചൊല്ല് തിരുവനന്തപുരത്തുണ്ട്. അത് അല്ല, ഒരു ചൊല്ലുണ്ട്, ഭാരതത്തിനെല്ലാം ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം റോട്ടി കപ്പട ഒരു മക്കാനാണ്. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് രാഹുൽ ഗാന്ധി ഞങ്ങളുടെ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു ആളുകളുടെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ഉടുക്കാനുള്ള വസ്ത്രത്തിൻ്റെ പ്രശ്നം, താമസിക്കാനുള്ള കിടപ്പാടത്തിൻ്റെ പ്രശ്നം, അപ്പോൾ അതുപോലെ ആരോഗ്യ പ്രശ്നം. ഇതൊക്കെ എങ്ങനെ ആരോഗ്യ സുരക്ഷാ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. വരാൻ പോകുന്ന ഗവൺമെൻറ് ഇപ്പം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പാർപ്പിട അവകാശ നിയമം കൊണ്ടുവരാൻ പോവാ, വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഏതോ ഒരു ചർച്ച അല്ലല്ല, നിയമം കൊണ്ടുവന്നല്ലേ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. ആ നിയമം യാഥാർത്ഥ്യമായില്ലേ? ഇപ്പോൾ ഈ ബഡ്ജറ്റ് വന്ന സമയത്ത് നമ്മുടെ എല്ലാം പ്രശ്നം, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രശ്നം എന്താ? വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് പലിശ അടയ്ക്കാനും പറ്റുന്നില്ല, മുതലടയ്ക്കാനും പറ്റുന്നില്ല. ഇതുവരെയുള്ള 2009 വരെയുള്ളതാണ് മുഴുവൻ പലിശയും ഗവൺമെൻറ് അടയ്ക്കാൻ തീരുമാനിച്ചു. 9 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ ഗുണം കിട്ടിയത്. ഇപ്പം ഇദ്ദേഹം ഒരു വിമുക്ത പഠനമാണ്. എത്രയോ കൊല്ലമായി അവരെ പോലുള്ള രാജ്യസ്നേഹികളായ രാജ്യത്തെ കാത്തിരുന്ന ആളുകൾ 1 റാങ്ക്